പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സംഭവ ബഹുലമായ ഈ കാലഘട്ടത്തിൽ നമ്മെ ദൈവം ഇത്രത്തോളം കാത്തു പരിപാലിച്ച വലിയ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. സർവശക്തനായ, സർവജ്ഞാനിയായ, സർവത്തിനും ഉടയവനായ എൻ്റെ യേശു കർത്താവിനെ ഒരിക്കൽ കൂടെ ഉയർത്തുവാൻ എൻ്റെ സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ തന്ന സമയത്തെ ഓർത്ത്, സന്ദർഭത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 130 സങ്കീർത്തനം 1 വാക്യത്തിൽ സ്തോത്രം തൻ്റെ ഭക്തൻ നിലവിളിക്കുന്നത്, യഹോവേ ആഴത്തിൽ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. സ്തോത്രം. അതിക്രമത്താലും പാപത്താലും മരിച്ചവരായിരുന്ന നാം, സ്തോത്രം, അതിൽ നിന്ന് ദൈവം ഉയർത്തിക്കൊണ്ട് വന്നത് കർത്താവിനെ സ്തുതിക്കുവാനാണ്. സ്തോത്രം. പാപകൂപത്തിൽ, നാശകൂപത്തിൽ കിടന്ന നമ്മെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നത് ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാനാണ്. പലപ്പോഴും ദൈവം നമുക്ക് അവസരം തന്നിട്ടും കർത്താവിൻ്റെ സന്നിധിയിൽ കരയാതെ, പ്രാർത്ഥിക്കാതെ, നിലവിളിക്കാതിരിക്കുന്ന വ്യക്തിജീവിതമേ ദൈവം ആരോഗ്യം തന്നു, സൗഖ്യം തന്നു, സാമ്പത്തികം തന്നു, നീ ആഗ്രഹിച്ചതെല്ലാം ദൈവം ഒരുക്കി തന്നിട്ട് പലപ്പോഴും കർത്താവിനെ മറക്കുന്ന വ്യക്തിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ നീ നിലവിളിക്കുവാൻ തുടങ്ങിക്കോ. പ്രതികൂലങ്ങൾ വരുമ്പോൾ മാത്രമല്ല നിലവിളിക്കേണ്ടത്, പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ല നിലവിളിക്കേണ്ടത്, കഷ്ടതയുടെ നടുവിൽ മാത്രമല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ നിന്റെ നിലവിളി കുറഞ്ഞു പോകരുത്. കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ ദൈവം ആ നിലവിളിയുടെ ശബ്ദം കേട്ട് മറുപടി തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യഹോവേ ആഴത്തിൽ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. സ്തോത്രം. വലിയൊരു ഹല്ലേലൂയ അഗാധമായ കുഴിയിൽ അകപ്പെട്ട ഒരു വ്യക്തിയെ ഒന്ന് ഭാവനയിലൊന്ന് കണ്ടേ ആഴത്തിൽ കിടന്ന് നിലവിളിക്കുകയാണ്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമേ, എൻ്റെ ജീവൻ അപകടത്തിലായിരിക്കുകയാണ്. സ്തോത്ര. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നാം എല്ലാവരും യാത്ര ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ലക്ഷ്യബോധത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നാം എല്ലാം ആത്മീയ ജീവിതത്തിൽ ഹല്ലേലൂയ പലപ്പോഴും പല താഴ്ചകൾ വരാം, വീഴ്ചകൾ വരാം, ഹല്ലേലൂയ പ്രശ്നങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം, കഷ്ടതകൾ വരാം. പക്ഷേ ദൈവസന്നിധിയിൽ പിടിച്ചു നിൽക്കുക, ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ നീ തയ്യാറാവുകയാണെങ്കിൽ കർത്താവ് നമ്മോടെപ്പോഴും കാണാനിടയാകുക, എപ്പോഴും ദൈവികമായ ഒരു സാന്നിധ്യം അനുഭവിക്കുവാനിടയാകുക. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ നിലവിളിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ആഴത്തിൽ നിലവിളിക്കുന്ന നിലവിളിയുടെ ശബ്ദവും കർത്താവ് കേൾക്കുവാനിടയാകും. അല്ലാതെ കർത്താവും ബന്ധവുമില്ലാതെ ഹല്ലേലൂയ എങ്ങനെയെങ്കിലും ഹല്ലേലൂയ ഒരു വ്യക്തിയുടെ പ്രേരണയാൽ ബൈബിൾ വായിക്കുകയും ഒരു വ്യക്തിയുടെ പ്രേരണയാൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പല പ്രേരണയാലല്ല, സ്തോത്ര, സ്വന്തമായി ഹല്ലേലൂയ കർത്താവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം വ്യക്തിപരമായി നീ സ്ഥാപിക്കുമെങ്കിൽ ഹല്ലേലൂയ എന്നും ഹല്ലേലൂയ ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം നിനക്കുണ്ടെങ്കിൽ ആഴത്തിൽ നിലവിളിക്കുന്നിട കർത്താവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, കർത്താവേ, ഓ ദൈവമേ, എന്നെ നീ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ രക്ഷിക്കുക, നിന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുവാൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ സ്നേഹിക്കുന്നത് പോലെ അല്ല കേട്ടോ, മനുഷ്യൻ നിന്റെ ശബ്ദം കേട്ട് തിരിച്ചറിയുന്നത് പോലെ അല്ല. ഓ ഹല്ലേ, നീ എഴുന്നേൽക്കുന്നതും നിൽക്കുന്നതും എൻ്റെ കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ. നിന്നെ ശോധന ചെയ്ത് അറിയുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി പറയുന്നു, നിന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കണമെങ്കിൽ നീ ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുക. നിന്റെ ആവശ്യങ്ങൾ എൻ്റെ കർത്താവിനറിയാം. നീ എവിടെ പോയാലും കർത്താവിനറിയാം. എവിടെ പോയി ഒളിച്ചിരുന്നാലും
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ കണ്ണുനീര് മായണമെങ്കിൽ ഹല്ലേലൂയ, നിന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കണമെങ്കിൽ ഹല്ലേലൂയ, കൂടെ നിൽക്കുന്ന വ്യക്തികൾ ഹല്ലേലൂയ ഒരു പരിമിതിയുണ്ട് കുഞ്ഞെ. നിന്നെ ആശ്വസിപ്പിക്കുവാൻ ഒരു ലിമിറ്റ് ഉണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ നിലവിളിയുടെ ശബ്ദം, നീ ആഴത്തിൽ നിലവിളിക്കുന്ന ആ നിലവിളിയുടെ ശബ്ദം കേട്ട് കർത്താവ് ഇറങ്ങി വരണമെങ്കിൽ കർത്താവുമായിട്ടുള്ള ആ കണക്ഷൻ, ആ സഖിത്വം ഹല്ലേലൂയ, ആ ഫ്രണ്ട്ഷിപ്പ് ഹല്ലേലൂയ ദൈനംദിന ജീവിതത്തിൽ പ്രാപിച്ചെടുക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു. ദൈവവുമായി അഭേദ്യമായ ബന്ധമുണ്ടോ? നിന്റെ ആവശ്യങ്ങൾ ഹല്ലേലൂയ ഒന്നിനും മുട്ടില്ലാതെ വണ്ണം ദൈവം നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ, നിന്റെ കണ്ണുനീർ കർത്താവ് മായ്ക്കുവാനിടയാകും. നിന്നെ ആശ്വസിപ്പിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ കരം അവിടെ വെളിപ്പെടും. ഹല്ലേലൂയ. പലരും കുറ്റം ചുമത്തി പറയുമ്പോൾ, പല വാക്കുകളും നമ്മെ വേദനിപ്പിക്കുമ്പോൾ നമ്മോട് നല്ല വാക്ക് പറയുവാൻ ഹല്ലേലൂയ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് എൻ്റെ യേശു ക്രിസ്തു മാത്രമാണ്. നീ ഇന്നു മുതൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമെങ്കിൽ, പുതിയ തീരുമാനത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ, പുതിയ തീരുമാനത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുമെങ്കിൽ, നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ, നിന്റെ കഷ്ടതയുടെ നടുവിൽ, നിന്റെ നിലവിളിയുടെ ശബ്ദം കേട്ട് ഇറങ്ങി വരുവാൻ സർവശക്തനായ ദൈവമുണ്ട് എന്നുള്ള കാര്യം നീ മറക്കരുത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നീ ആഴത്തിൽ നിലവിളിക്കുന്ന ശബ്ദം ഹല്ലേലൂയ ഒരു വ്യക്തിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല കുഞ്ഞെ. നീ പലപ്പോഴും വിചാരിക്കുക, എനിക്ക് എങ്ങനെയെങ്കിലും നന്നായി ജീവിക്കണം, സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് വരണം. സ്തോത്രം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക, അതോടുകൂടെ എൻ്റെ സ്വർഗത്തിലെ ദൈവം സകലതും ഒരുക്കി തരാമെന്ന കർത്താവിന്റെ വചനം പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ആഴത്തിൽ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധം വളരെ വ്യക്തമായി പറയുന്നു. ദൈവത്തിന്റെ വചനപ്രകാരം നീ ജീവിക്കുക, ദൈവമായിട്ടുള്ള ബന്ധമുള്ള വ്യക്തിയാകുക. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, നിന്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. ഹല്ലേലൂയ. യഹോവേ, നീ എൻ്റെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ഞാൻ എങ്ങനെ നിലനിൽക്കും? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ ദുഷ്ടലോകത്തായിരിക്കുമ്പോൾ നാം നോട്ടത്തിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ, സംസാരത്തിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ നാം അറിഞ്ഞും അറിയാതെയും തെറ്റിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാകാതെ വിശുദ്ധിയോടെ വേർപാടോടെ നിന്നുകൊണ്ട് ദൈവികമായൊരു സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഹല്ലേലൂയ പറയുന്നവർ പലതും പറഞ്ഞുകൊള്ളട്ടെ. ഞാനും കർത്താവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം എന്നും ദൈനംദിന ജീവിതത്തിൽ നീ സ്ഥാപിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പാട് അറിയിക്കുന്നത് പോലെ കർത്താവിന്റെ വചനപ്രകാരം മുന്നേറിക്കൊണ്ട് ന്യായപ്രമാണം വിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ നീങ്ങാതെ ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിച്ച് കർത്താവിന്റെ വാക്കനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുവോ? നിന്റെ ഉറക്ക വിളിക്കുന്ന കരച്ചിൽ കേൾക്കുവോ? ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഇന്നൊരു പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ദിവസം നീ അനുദപിച്ച് ദൈവസന്നിധിയിൽ അടുത്തുവോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരവസരം കൂടെ കർത്താവ് തരികയാണ്. ദൈവസന്നിധി ഹല്ലേലൂയ ഈ ദിവസങ്ങളെ അനുദപിച്ചടുത്തുവോ? ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചെടുക്ക്. ഈ ലോകം നമുക്ക് സമാധാനം തരത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ലിമിറ്റ് ഉണ്ട്, ആശ്വസിപ്പിക്കുവാൻ ഒരു പരിധിയുണ്ട്. ഹല്ലേലൂയ നിനക്കെന്തെങ്കിലും തരുവാനുണ്ടെങ്കിൽ അതിനും ഒരു ലിമിറ്റ് ഉണ്ട്. എൻ്റെ സ്വർഗത്തിൽ ദൈവം നമുക്ക് തരുവാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ആഗ്രഹത്തെ അറിഞ്ഞ് തന്നെ ഹല്ലേലൂയ നമുക്ക് ആവശ്യമുള്ളതെല്ലാം സമൃദ്ധിയായിട്ട് ദൈവം നൽകും. നാം ചിന്തിക്കുന്നതിലുപരിയായി, വിചാരിക്കുന്നതിലുപരിയായി നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് നിന്നെ നടത്തുവാൻ കഴിയുമെന്ന് കർത്താവിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ദിവസങ്ങൾ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, മനസ്സ് കുലുങ്ങേണ്ട കാര്യമില്ല. ഒരു മനസ്സ് മാറ്റി മനസ്സ് ചഞ്ചലിക്കുന്ന
അവസ്ഥയിൽ നിന്ന് തിരിച്ചു മടങ്ങി വന്ന് കർത്താവിന്റെ സന്നിധി ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്ക്. നിന്റെ ജീവിതത്തിൽ ദിവസങ്ങളിൽ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വളരെ വ്യക്തമായി പറയുന്നു. ദിവസങ്ങളിൽ ആത്മാർത്ഥമായി നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ വചനത്തിൽ ഉറച്ചു നിന്ന് നിലവിളിച്ച് ഈ ദിവസങ്ങൾ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, തലമുറയിൽ വെളിപ്പെടുവോ. ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വചന ഭാഗത്ത് നിന്ന് ഞാൻ ഇരുന്നു കൊള്ളുന്നു. സ്വർഗത്തിലെ ദൈവ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.